ഒറ്റപ്പാലം ബസ് സ്റ്റേഷനിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒറ്റപ്പാലത്തെ എസ് ഐ കൂടി നമ്മളിവിടെ വന്നിട്ടുണ്ട്. സോറി, അഗളി എസ് ഐ. ഒറ്റപ്പാലത്ത് വേണ്ടല്ലേ, പോസ്റ്റിംഗ് വേണ്ട അവിടെ. അഗളി എസ് ഐ അബ്ദുൽ ഖയ്യൂം ഓവർഖയാം എന്നൊക്കെ പറഞ്ഞോലെ കിടിലം. മൃദുഭാവേ ദൃഢകൃത്യ. ഇപ്പൊ മൃദുഭാവം കൊണ്ടാണ് ഈ വഴി ആയതല്ലേ നമ്മള്. അപ്പൊ ഈ അഗളിയൊക്കെ നമ്മുടെ അട്ടപ്പാടിക്ക് അടുത്താണല്ലോ. അപ്പോ അവിടെയൊക്കെ എങ്ങനെയാണ് പൊതുവെ ഈ ലഹരി ഉപയോഗം? ഞങ്ങൾ അതിനെതിരെയുള്ള ഒരു അൾട്ടിമേറ്റ് വാറുമായിട്ട് ഇറങ്ങിയതാണ്. തീർച്ചയായിട്ടും SKN നേതൃത്വം നൽകുന്ന 24-ന്റെ ഈ പ്രോഗ്രാമിന് സന്ധിയില്ലാ സമരം ഡ്രഗ്സിനെതിരെ ഇതിന് എല്ലാ വിധത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതിലുപരി കേരള പോലീസ് മേധാവി ഈ ഗവൺമെന്റും ശക്തിയുക്തമായിട്ടുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത്. എല്ലാ തെരുവോരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലായിട്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ സേ നോ ടു ഡ്രഗ്സ് എന്ന ആപ്തവാക്യവുമായിട്ട് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിലെ റാങ്ക് വ്യത്യാസം ഇല്ലാതെ എല്ലാ ആളുകളിലും ഇതിന്റെ സന്ദേശം ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെതിരെ സമീപ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ ഇതിനെതിരെ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിനെതിരെ ഈ പ്രോഗ്രാമിന് സകലവിധ ഭാവങ്ങൾ തീരുന്നു. ജനങ്ങൾ ബോധവാന്മാരാകണം, പാരന്റ്സ് ഇതിന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ. അല്ല, ഇതിനിടയിൽ ഞങ്ങളിപ്പോൾ യാത്രകൾ ഓരോ ജില്ല കടന്നു വരുമ്പോഴേ അഭൂതപൂർവമായ പ്രതികരണമാണ് ജനങ്ങളിൽ വരുന്നത്. ഈ അമ്മമാരൊക്കെ തന്നെ ധൈര്യപൂർവ്വം പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഈ പ്രചാരണ പരിപാടി ഒരു അവബോധം ഉണ്ടാക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചു ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് പോരാ. അപ്പോൾ ഈ സ്റ്റേഷനിലുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് ഇന്നല്ല, ഇതിനേക്കാൾ ഒരുപാട് മുൻപ് തന്നെ ഈ ബോധവൽക്കരണ പരിപാടികൾ നടത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിപ്പോ ഇന്നലകളിൽ മറ്റ് രാജ്യങ്ങളിലും മറ്റു ഭാഗങ്ങളിലുമാണെങ്കിൽ ഇന്നുകളിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഇത് എത്തി. ഇത്ര വലിയ മാരകമായിട്ടുള്ള മയക്കുമരുന്ന് എന്ന് പറയപ്പെടുന്ന ഈ പ്രതിസന്ധി ഇത് രാജ്യത്ത് വർഗീയതയല്ല, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല, ഈ മയക്കുമരുന്നാണ് ഈ രാജ്യത്തെ ഉന്മൂലനം ചെയ്തത്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഇത് നമ്മൾ ഉന്മൂലനം ചെയ്താൽ നമ്മുടെ നാട് രക്ഷപ്പെടും, നമ്മുടെ തലമുറകൾ രക്ഷപ്പെടും. അതിനുള്ള സന്ധിയില്ലാ സമരത്തിൽ ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും അണിനിരക്കണമെന്ന് മാത്രമാണ്. ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ചെറിയ കുട്ടികളിലും പെൺകുട്ടികളിലുള്ള ഒരു സ്വാധീനം എങ്ങനെയാണ്? തീർച്ചയായിട്ടും LP സ്കൂൾ കഴിഞ്ഞ UP സ്കൂൾ മുതൽ ഹൈസ്കൂൾ മുതൽ +1 +2 മുതൽ അതുപോലെ തന്നെ എല്ലാ കോളേജുകളിലും വരെ ഇതിന്റെ ഈ മയക്കുമരുന്നുള്ള വിപത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ പേരെടുത്ത് പറയാനോ ഏതെങ്കിലും പ്രദേശത്തെ മാത്രം നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്ത് പറയാനോ ഞാൻ ആളല്ല. പക്ഷേ ഞങ്ങൾക്ക് അനവധിയായിട്ടുള്ള ഞങ്ങൾക്ക് അനുഭവങ്ങളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന മാതാപിതാക്കളൊക്കെ സ്വന്തം മക്കൾ പിറന്നതിന് ശാപമായി കരുതുന്ന എത്രയോ മാതാപിതാക്കൾ ഞങ്ങളടുത്ത് ദിനംപ്രതി ഞങ്ങൾക്ക് വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ശക്തമായിട്ടുള്ള നടപടികളാണ് ഞങ്ങളുടെ പോലീസ് മേധാവിമാർ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള പോലീസ് മേധാവി ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അബ്ദുൽ ഖയ്യൂം. താങ്കൾ പണി തുടരട്ടെ. താങ്കൾ ഫീൽഡിലാണെന്ന് അറിയാം. ഓക്കെ, താങ്ക് യു. ഇത് ഈ കരുത്ത് ഈ മാഫിയ സംഘത്തെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസാണെന്ന് അവർക്ക് തോന്നുന്നത്. ഓക്കെ, റെഡി. താങ്ക് യു. ടീഷർട്ട് കൊള്ളാല്ലേ, സൂപ്പർ. പക്ഷെ അത് പോലീസിന്റെയാ. ഓക്കെ, വേണ്ട, ആവശ്യമില്ലാത്തത് എല്ലാ മോഹങ്ങളുമാണ് മോനെ ഈ ദുഃഖത്തിന്റെ കാരണം. ഓക്കെ, താങ്ക് യു. അത് നമ്മൾ